മാലിന്യ നിർമ്മാർജ്ജനത്തിൽ റെയിൽവേ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നില്ലെന്ന ആരോപണം ശരിവയ്ക്കുന്ന രേഖ 24-ന് കിട്ടി. തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിൽ മാലിന്യ സംസ്കരണത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിച്ചെന്നും മിനിറ്റ്സ് വ്യക്തമാക്കുന്നു. തമ്പാനൂരിലെ തുരങ്കം വൃത്തിയാക്കാൻ മെയ് മാസം നൽകിയ കത്തിനോടും റെയിൽവേ മുഖം തിരിച്ചു. ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് ഷബീദ്, വിശദാംശങ്ങൾ. കഴിഞ്ഞ 3 ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് റെയിൽവേ പരിധിയിൽ, അതായത് ജോയിക്ക് ജീവൻ നഷ്ടമായ റെയിൽവേ പരിധിയിലെ ആമയിഴഞ്ചാൻ തോടിന്റെ ഉത്തരവാദി ആരാണ് എന്നുള്ളത്. എന്നാൽ റെയിൽവേ ADRO അടക്കം അതിൽ നിന്ന് തലയൂരുന്ന പ്രതികരണമായിരുന്നു ആദ്യം മുതലേ നടത്തിയത്. അങ്ങനെ റെയിൽവേക്ക് തലയൂരാൻ കഴിയില്ല, എല്ലാം നഗരസഭയുടെയും സർക്കാരിൻ്റെയും മണ്ടയ്ക്ക് കൊണ്ട് കെട്ടിവെച്ച് തലയൂരാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 രേഖകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ആണ്. ആ മിനിറ്റ്സിൽ പാലക്കാട്, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനുകളിലെ മാലിന്യ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട യോഗമായിരുന്നു. എന്നാൽ ആ യോഗത്തോട് റെയിൽവേ മുഖം തിരിച്ചു. പറഞ്ഞു വിട്ടത് ഒരു ജൂനിയർ ഉദ്യോഗസ്ഥരെയാണ്, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആണ് യോഗത്തിൽ, അത്രയും പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുത്തത്. അതടക്കം നമുക്ക് ലഭിച്ചിരിക്കുന്ന മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമയിഴഞ്ചാൻ തോടിന്റെ, അതായത് ജോയി വീണ ടണലിന്റെ അടക്കം മാലിന്യ പ്രശ്നം ആ യോഗത്തിൽ ചർച്ചയായില്ല. കാരണം ആ യോഗത്തിൽ ആ ഒരു പ്രശ്നം ചർച്ചയാക്കി തീരുമാനമെടുക്കാനുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല എന്നുള്ള കാര്യം മിനിറ്റ്സിൽ വിമർശനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സീനിയർ ഉദ്യോഗസ്ഥർ വരാത്തതിനാലാണ് ചർച്ച ചെയ്യാൻ കഴിയാതിരുന്നതെന്നുള്ള കാര്യം അന്നേ തയ്യാറാക്കി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിന്റെ മിനിറ്റ്സിൽ കൃത്യമായി പറയുന്നുണ്ട്. കൂടാതെ തിരുവനന്തപുരം ഡിവിഷനിൽ ശരിയായ മാലിന്യ നീക്കം നടക്കുന്നില്ല എന്ന കുറ്റപ്പെടുത്തൽ ആ യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരോട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായും നഗരസഭയുടെ ഭാഗമായും അറിയിച്ചിരുന്നു. മാലിന്യ നീക്കത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ലെന്നും സർക്കാർ വിമർശിച്ചു. തിരുവനന്തപുരം ഡിവിഷനിലെ നെയ്യാറ്റിൻകര മുതൽ ചെങ്ങന്നൂർ വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രോപ്പറായിട്ടല്ല വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നത്. വേസ്റ്റ് ഡീകമ്പോസിഷൻ, അല്ലെങ്കിൽ വേസ്റ്റ് സംസ്കരിക്കാനുള്ള അത് സെൻട്രൽ സ്റ്റേഷനുകളിലടക്കം ഈ ഡിവിഷനിലെങ്ങുമില്ല എന്നുള്ള കുറ്റപ്പെടുത്തലടക്കം അതുമായി ബന്ധപ്പെട്ട സർക്കാർ നടത്തിയിരുന്നു. അതടക്കം ആ വന്ന ഉദ്യോഗസ്ഥൻ കേൾക്കുകയും ചെയ്തിരുന്നു. ഇനി രണ്ടാമത്തെ ഉത്തരവ് അത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മെയ് മാസത്തിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ മെയ് 29-ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇറക്കിയ ഒരു ഉത്തരവാണ്. അതായത് കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ റെയിൽവേ പുലർത്തിയ നിസ്സഹകരണം കാരണം എത്രയും പെട്ടെന്ന് ജോയി വീണ റെയിൽവേ പരിധിയിലെ ആമയിഴഞ്ചാൻ ടണലിന്റെ മാലിന്യ നീക്കം നടത്തണം, തുടർന്ന് അങ്ങോട്ടുള്ള പഴവങ്ങാടി ഭാഗത്തേക്കുള്ള ഒഴുക്ക് സുഗമമാക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അവർ പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തം, അതായത് റെയിൽവേക്ക് ഈ വിഷയത്തിൽ നിന്ന്, ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് എല്ലാം സർക്കാരിന്റെ മുകളിലേക്ക് കെട്ടിവെച്ച് ADROയും DROയും ഒക്കെ നടത്തിയതുപോലെ ഇതൊക്കെ നഗരസഭയുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാനാവില്ല. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സമാനമായ നിരീക്ഷണം ഉണ്ടായിരുന്നു. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് ആമയിഴഞ്ചാൻ തോടിന്റെ മറ്റുള്ള ഭാഗത്തെ മാലിന്യ നീക്കമടക്കം അവർക്ക് ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നഗരസഭാ പരിധിയിലെ മറ്റ് മാലിന്യ നീക്കം അവരുടെ ഉത്തരവാദിത്തമായി മാറുമ്പോഴും ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ പരിധിയിലെ ജോയി വീണ ടണലിന്റെ ഉത്തരവാദിത്തം അത് റെയിൽവേക്കാണെന്നും അത് പലകുറി മാറ്റണമെന്നും, മുൻപ് മേയർ പറഞ്ഞതുപോലെ തന്നെ പലകുറി മാറ്റണമെന്നും ആവശ്യപ്പെട്ടതിന്റെ, സർക്കാരും മറ്റ് ക്യാമ്പയിനുകളും നടത്തിയതിന്റെ ആവശ്യപ്പെട്ടതിന്റെ തെളിവുകളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. താങ്ക് യു.